ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ അടുത്തുള്ള പാട്ടുകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ അറിയാനായി ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് കഥയിലേക്ക് കടക്കാം. അസുരൻ്റെ വധു, ഭാഗം 15. രചന ഫൗസിയ നൗഷാദ്. കൃഷ്ണ അവളുടെ വസ്ത്രം വാരിയെടുക്കുന്നതിനിടയ്ക്ക് നന്ദു ചെന്ന് വാതിൽ തുറന്നു. ജ്വലിക്കുന്ന കണ്ണുകളുമായി ആദി മുന്നിൽ. വസ്ത്രങ്ങളുമായി ബാത്റൂമിലേക്ക് ഓടുന്ന കൃഷ്ണയെ അവൻ കണ്ടു കഴിഞ്ഞിരുന്നു. ആദി മുറിയിലേക്ക് കയറി. ഗാഥ എങ്ങനെ നിന്റെ മുറിയിലെത്തി? അവന്റെ ശബ്ദമുയർന്നു. നന്ദു അനങ്ങിയില്ല. ആദി അവന്റെ 2 കരണത്തും ആഞ്ഞടിച്ചു. മകനെ തള്ളിച്ചതയ്ക്കുന്നത് കണ്ട് ഗീത ഓടി വന്നു. എന്തിനാടാ എന്റെ മോനെ ഇങ്ങനെ തല്ലുന്നത്? എന്താ നന്ദു, എന്താ പ്രശ്നം? ഗീത ചോദിച്ചു. അമ്മ, അത് കൃഷ്ണയും ഞാനും. ഈശ്വര, അവളെങ്ങനെ നിന്റെ മുറിയിലെത്തി? അവള് വന്നതാ എല്ലാരും പോയപ്പോ. മോനെ നല്ല കാര്യമാണല്ലോ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത്. ആരുമില്ലാത്ത സമയത്ത് എന്റെ ഭാര്യ തന്നെ വേണമായിരുന്നല്ലേടാ നിനക്ക്. വീണ്ടും അവനെ അടിക്കാൻ ഒടുങ്ങിയതും നന്ദു തടഞ്ഞു. ഞാൻ മാത്രമല്ലല്ലോ, അവള് വന്നിട്ടല്ലേ, അവളോട് ചോദിക്ക്. ആദ്യ ദേഷ്യത്തിൽ അവനെ പിടിച്ച് തള്ളി. കൃഷ്ണ വസ്ത്രം ധരിച്ചിറങ്ങി വന്നു. അവളുടെ കണ്ണ് കലങ്ങിയിട്ടുണ്ടായിരുന്നു. തനിക്ക് നേരെ നിൽക്കുന്ന ആദിയെ നോക്കാൻ അവൾക്ക് ബുദ്ധിമുട്ട് തോന്നി. എല്ലാവരുമുണ്ട്, തെറ്റ് ചെയ്തിട്ടില്ല, പിന്നെ എന്തിനു പേടിക്കണം? അങ്ങനൊക്കെ സ്വയം ചോദിച്ചെങ്കിലും അവൾക്ക് തന്നെ അവളുടെ മാറ്റം മനസ്സിലായില്ല. കൃഷ്ണ ഇറങ്ങി വന്നതും ആദ്യം അവൾക്ക് മുന്നിലായി നിന്നു. നീ ഇത്ര നേരം ഇവനൊപ്പം മുറിയിൽ ഉണ്ടായിരുന്നോ? ഏട്ടാ, ഞാനൊന്നും. ആദ്യ കൈ ഉയർത്തി അവളെ തടഞ്ഞു. നിന്റെ ന്യായീകരണം എനിക്ക് കേൾക്കണ്ട. ഉണ്ടായിരുന്നോ ഇല്ലയോ? ഉണ്ട്, അവൾ വിറച്ചുകൊണ്ട് പറഞ്ഞതും ആദിയുടെ കൈ അവളുടെ കവിളിൽ പതിഞ്ഞു കഴിഞ്ഞിരുന്നു. അവൾ വേദനയോടെ അവനെ നോക്കി. ആദ്യമായിട്ടായിരുന്നു അങ്ങനെ ഒന്ന്. ഇന്നേ വരെ അങ്ങനെ ആരും തല്ലാൻ കൃഷ്ണ ഇടയുണ്ടാക്കിയിരുന്നില്ല. ശരീരത്തിനേക്കാൾ മനസ്സിനായിരുന്നു വേദന. നിങ്ങൾ 2 പേരും ഇഷ്ടത്തിലായിരുന്നെന്ന് പറഞ്ഞെങ്കിലും ആ ഇഷ്ടം ഇങ്ങനെ ഒന്നാണെന്ന് ഞാൻ കരുതിയില്ല. അതും നിന്നെ പോലൊരു പെണ്ണ്. ഡിവോഴ്സ് വേണമെങ്കിൽ തരാന്ന് പറഞ്ഞതല്ലേടി? എന്റെ താലിയിട്ട് തന്നെ വേണമായിരുന്നോ ഇവന്റെ കൂടെ? അവൻ മുഖം തിരിച്ചു. എല്ലാവരും നടുങ്ങി നിൽക്കുകയാണ്. കൃഷ്ണയും നന്ദുവും തമ്മിൽ ഇഷ്ടത്തിലായിരുന്നുവെന്ന് അവർക്ക് ആദ്യം അറിവായിരുന്നു. പക്ഷേ കൃഷ്ണയാണ് ശരിക്കു കുടുങ്ങിയത്. അന്ന് ആദ്യം ചോദിച്ചപ്പോൾ തമാശയ്ക്ക് വേണ്ടി ആണെന്ന് പറഞ്ഞതാണ്. അത് ഇത്ര വലിയ പ്രശ്നമാവുമെന്ന് കരുതിയിരുന്നില്ല. എല്ലാം കൊണ്ടും അവൾ തളർന്നിരുന്നു. ഏട്ടാ, എനിക്ക് പറയാനുള്ളത് കൂടെ ഒന്ന് കേൾക്കണം പ്ലീസ്. ഏട്ടനോ? എന്നെ അങ്ങനെ വിളിക്കരുത് ഇനി മേലിൽ. വേണ്ട, എനിക്ക് കേൾക്കണ്ട. നിന്റെ ഒരു ന്യായവും എനിക്ക് കേൾക്കണ്ട. 4-5 വർഷം സ്നേഹിച്ചതല്ലേ? ഒരവസരം കിട്ടിയപ്പോൾ മുതലെടുത്തു. പിന്നെ എന്തിനാടി എന്റെ ജീവിതത്തിലേക്ക് തന്നെ വന്നത്? ഇനി ഈ താലി നിന്റെ കഴുത്തിൽ വേണ്ട. ആദ്യ കൃഷ്ണയുടെ കഴുത്തിലെ താലിയിൽ കൈവച്ചു. വേണ്ടേട്ടാ. അവളുടെ കണ്ണ് നിറഞ്ഞൊഴുകി. അവന്റെ കൈ അവൾ പിടിച്ചു മാറ്റി. ഇപ്പൊ ഇവിടെ നിന്ന് ഇറങ്ങണം. ഇനി നീ ഈ വീട്ടിൽ വേണ്ട. ആദിയുടെ സ്വരം ആജ്ഞയായിരുന്നു. കൃഷ്ണ കണ്ണ് തുടച്ചു. മറ്റെന്താണെങ്കിലും പിടിച്ചു നിൽക്കാം, പക്ഷെ ഇപ്പോൾ ആരോപിക്കപ്പെട്ടിരുന്ന കുറ്റം അത്ര ക്രൂരമാണ്, അപമാനമാണ്. എല്ലാവരും ഇപ്പോൾ ആ കണ്ണിലാണ് നോക്കുന്നത്. ഓർക്കും തോറും അവൾക്ക് ആരെയും നോക്കാൻ കഴിഞ്ഞില്ല. ആദ്യം അവളുടെ കയ്യിൽ കയറി പിടിച്ചു. ഇനി നീ ഈ വീട്ടിൽ വേണ്ട. അവന്റെ കൈ വിടുവിക്കാൻ നോക്കിയെങ്കിലും അത് മുറുകിക്കൊണ്ടിരുന്നു. അവളെ വലിച്ച് വീടിന് പുറത്താക്കി. ഇനി മേലിൽ അധികാരവും പറഞ്ഞ ജീവിതത്തിലേക്ക് നീ വരണ്ട. ഡിവോഴ്സിനുള്ളത് ഞാൻ ചെയ്തോളാം. അവൻ വാതിൽ അവൾക്ക് മുന്നിൽ കൊട്ടിയടച്ചു. ആരും ഒക്കെ വാതിൽ തുറന്നു കൊടുക്കരുത്. കൂടെ നിൽക്കുന്നവരോട് അധികാര സ്വരത്തിൽ പറഞ്ഞുകൊണ്ട് അവൻ മുകളിലേക്ക് പോയി. അയ്യയ്യോ, എന്നാലും ഈ പെണ്ണ് ഇങ്ങനെ ഒരുത്തി ആയിരുന്നല്ലോ. എന്തൊക്കെയായിരുന്നു അന്തസ്, ആഭിചാര്യം. ഇപ്പൊ എന്തായി? എത്രയൊക്കെ ആയാലും അവളവളുടെ തനി സ്വഭാവം കാണിച്ചല്ലോ. അമൃത വല്യമ്മ പറഞ്ഞു. അതെ, ഒരുത്തന്റെ താലി കഴുത്തിൽ ഇട്ടുകൊണ്ട് മറ്റൊരുത്തന്റെ കൂടെ. ഓർക്കുമ്പോ തന്നെ അറപ്പ് തോന്നുന്നു. നന്ദു അവളോ ഇഷ്ടമായിരുന്നെന്ന് അവള് കല്യാണത്തിന് മുന്നേ ഒരു വാക്ക് പറഞ്ഞില്ലല്ലോ. അറിഞ്ഞെങ്കിൽ നമ്മൾ ഇതിന് സമ്മതിക്കില്ലായിരുന്നല്ലോ. എന്നാലും ഏട്ടത്തിയമ്മ ഇങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഏട്ടാ. ആരുഷി കലങ്ങിയ കണ്ണുകളോട് പറഞ്ഞു. അവളുടെ ഒരു ഏട്ടത്തിയമ്മ, അതൊക്കെ തീർന്നടി. ഇപ്പോഴും അവൾ ആ പെണ്ണിന്റെ പക്ഷം ചേരുക. എന്റെ മോനെ ആവും ഇനി പഴിക്കുക. അവനൊരു തെറ്റും ചെയ്തില്ല. പെണ്ണ് ഉരുമ്പിട്ടാലെന്ന് കേട്ടിട്ടില്ലേ? അത് തന്നെ. ഗീത മകനെ ന്യായീകരിച്ചു. എല്ലാവരും അവരവരുടെ മുറിയിലേക്ക് പോയി. വല്യച്ഛന്മാർ വരുമ്പോൾ കൃഷ്ണ വീടിന്റെ മുൻവശത്ത് തന്നെ ഇരിപ്പുണ്ടായിരുന്നു. എന്താ മോളെ നീ ഇവിടെ ഇരിക്കുന്നത്? അവൾ മറുപടിയൊന്നും പറഞ്ഞില്ല. വാ, അകത്തേക്ക് വാ. അവൾ വിളിച്ചിട്ട് വരാത്തത് കൊണ്ട് കാര്യമറിയാൻ അവർ അകത്തേക്ക് കയറി. നടന്നൽപ്പം കൂടെ എരികേറ്റി വല്യമ്മമാർ പറഞ്ഞു. അവർ തന്നെ വന്ന് വാതിലടയ്ക്കുകയും ചെയ്തു. വീണ്ടും പഴയ ചരിത്രം ആവർത്തിക്കുകയായിരുന്നു. അന്ന് അമ്മയായിരുന്നു, ഇന്ന് മകൻ. ഇവറ്റകളെ വിശ്വസിച്ചിവിടെ താമസിക്കുന്നത് തന്നെയാണ് തെറ്റ്. ആദിക്ക് ദേഷ്യം അടക്കാനായില്ല. അവന്റെ മനസ്സിൽ കൃഷ്ണയുടെ നിറകണ്ണുകൾ തെളിഞ്ഞു വന്നു. താലിയിൽ പിടിക്കാൻ നേരം അവൾ നിറകണ്ണുകളോടെ അവനെ നോക്കിയത്. അവൾ എന്തോ പറയാൻ ശ്രമിച്ചത്. അവൾക്ക് പറയാൻ ഒരവസരം കൊടുക്കണമായിരുന്നു. ആരാണെങ്കിലും തെറ്റ് ചെയ്താൽ സ്വയം ന്യായീകരിക്കുകയോ ചെയ്യും. ഇനി അറിയേണ്ടത് അവളിൽ നിന്നല്ല, ഗീതയിൽ നിന്നാണ്.
ആദ്യം എന്തോ കരുതിക്കൂട്ടി ഗീതയുടെയും ചന്ദ്രശേഖരവർമ്മയുടെയും മുറിയിൽ വന്നു. ഗീത കാലിലെ നഖങ്ങളിൽ ചായം പുരട്ടുകയാണ്. ആദിയെ കണ്ട് അവരൊന്ന് നടുങ്ങി. എനിക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാനുണ്ട്. എന്താ മോനെ? കൃഷ്ണയുടെ ആലോചന എനിക്ക് കൊണ്ടുവന്നത് നിങ്ങളല്ലേ? അവരുടെ ചോദ്യം കേട്ട് ഗീത ഒന്ന് നടുങ്ങി. അല്ല മോനെ, ഇങ്ങനെ വന്നപ്പോ നോക്കിയതാ. കള്ളം! എത്ര ആലോചന എനിക്ക് വന്നു. അതിൽ നിങ്ങൾ പറഞ്ഞതാണ് ഞാൻ കണ്ടത്. നിങ്ങളാണ് അത് ആദ്യം എനിക്ക് കൊണ്ടുവന്നത്. എനിക്കതറിയണം. ആദിഷിന്റെ ശബ്ദം കേട്ട് നന്ദുവും ചന്ദ്രശേഖരവർമ്മയും ആരിഷിയും മുറിയുടെ മുന്നിൽ വന്നു. പറയ്, എന്റെ ശരിക്കുള്ള സ്വഭാവം നിങ്ങൾക്ക് അറിയാലോ. സത്യം പറയ്. നന്ദുവിന് കൃഷ്ണ ഇഷ്ടമാണെന്ന് അറിഞ്ഞു വെച്ചുകൊണ്ടല്ലേ നിങ്ങൾ ഈ ആലോചന കൊണ്ടുവന്നത്? ആ ചോദ്യത്തിന് മുന്നിൽ ഗീത തലകുനിച്ചു. ഒരിക്കലും ആദിശ സത്യം കണ്ടുപിടിക്കുമെന്ന് അവർ കരുതിയിരുന്നില്ല. എന്നാൽ ആദ്യേക്കാൾ ആ മറുപടി കാത്തുനിന്നത് നന്ദു ആയിരുന്നു. അവൻ ആകാംക്ഷയോടെ അമ്മയെ നോക്കി. അതെ, ഗീത ബുദ്ധിമുട്ടോടെ പറഞ്ഞതും നന്ദുവിന് വിശ്വസിക്കാനായില്ല. എങ്ങനെ? എല്ലാം പറയും. അത് മോനെ, നന്ദുവിന് കൃഷ്ണയെ ഇഷ്ടമാണെന്ന് അവന്റെ കുറച്ച് കൂട്ടുകാരി വഴിയാ ഞാൻ അറിയുന്നത്. അപ്പോൾ ഞാൻ അവളെക്കുറിച്ച് അന്വേഷിച്ചു. എന്റെ മകന്റെ ജീവിതം എനിക്ക് അത്രയും വിലപ്പെട്ടതായതുകൊണ്ട് അപ്പോൾ അറിഞ്ഞത് കൃഷ്ണ പാവപ്പെട്ട വീട്ടിലെ ആണെന്ന്. നന്ദുമോനൊരു പണക്കാരി പെണ്ണ് വേണമെന്ന എന്റെ ആഗ്രഹം. നല്ല വലിയ വീട്ടിലെ ബന്ധം. അതുകൊണ്ട് അവനെ ഈ ബന്ധത്തിൽ നിന്ന് പിന്തിരിപ്പിക്കണമെങ്കിൽ കൃഷ്ണയുടെ വിവാഹം നടക്കണം. അതിന് നിങ്ങൾ എന്നെ എന്തിനാ കരുവാക്കിയത്? മറ്റാർക്ക് ആലോചിച്ചാലും എന്റെ മോനത് മുടക്കുമെന്ന് എനിക്ക് ഉറപ്പാ. പക്ഷെ നിന്റെ കാര്യമാണെങ്കിൽ അവൻ ഇടപെടില്ല. അത് മുടക്കാനുള്ള ധൈര്യം അവനില്ല. അതുകൊണ്ടാണ് ഞാൻ നിനക്ക് വേണ്ടി ആലോചിച്ചത്. എല്ലാം എന്റെ മോന് വേണ്ടിയായിരുന്നു. നന്ദു ഇതൊക്കെ കേട്ട് തരിച്ചു നിന്നുപോയി. ആദിയേട്ടന് കല്യാണം ശരിയായെന്ന് പറഞ്ഞതും പെൺകുട്ടിയുടെ ഫോട്ടോ അയച്ചതും എത്ര സ്വാഭാവികമായിട്ടായിരുന്നു. ഒരു സൂചന പോലും തരാതെ അഭിനയിക്കുകയായിരുന്നല്ലേ. അവന് വല്ലാത്ത ദേഷ്യം തോന്നി. ഇനി ഒരൊറ്റ ചോദ്യം കൂടി. കൃഷ്ണയ്ക്ക് നന്ദുവിന് ഇഷ്ടമായിരുന്നോ? അതെനിക്കറിയണം. ആദി ശ്വാസമടക്കി മറുപടിക്കായി കാത്തു. അല്ല, അവൾക്ക് ഇഷ്ടമല്ലായിരുന്നു. 4-5 വർഷം ഇവനാണ് പിന്നാലെ നടന്നത്. അവൾക്ക് ഇഷ്ടമല്ലാത്തത് കൊണ്ടുകൂടെയാണ് അവൾ നിന്റെ ആലോചനയ്ക്ക് സമ്മതിച്ചത്. ആദിക്ക് നെഞ്ചിലൊരു ഭാരം അനുഭവപ്പെട്ടു. അവൾ നന്ദുവിന് നേരെ തിരിഞ്ഞു. ഇപ്പൊ നിനക്ക് മനസ്സിലായില്ലേ ഈ സ്ത്രീ ആരാണെന്ന്? എന്താണ് ഇവരുടെ സ്വഭാവം എന്ന്? ഇതിന് വ്യക്തമായി എനിക്ക് പറയാനറിയില്ല. ഇവർ സ്വാർത്ഥയാണ്. ഇവർക്ക് സ്വന്തം കാര്യം മാത്രമേ ഉള്ളൂ. അന്നും ഇന്നും ഇനി എപ്പോഴും അതങ്ങനെ തന്നെയാണ്. നിന്റെ ഇഷ്ടം പോലും അവർ വില കൊടുത്തില്ല. ഇതുകൊണ്ട് തന്നെയാണ് ഇവരെ ഞാൻ വെറുക്കുന്നത്. ഈ ലോകത്ത് ഞാൻ ഏറ്റവും വെറുക്കുന്ന 2 പേര് നിങ്ങളും ദേ ഈ മനുഷ്യനുമാണ്. അടുത്തു നിൽക്കുന്ന അച്ഛനെ ചൂണ്ടിക്കാട്ടി അവൻ പറഞ്ഞതും അയാൾ തല താഴ്ത്തി. ഇവർ പറഞ്ഞത് ശരിയാണോ? കൃഷ്ണയ്ക്ക് നിന്നെ ഇഷ്ടമല്ലായിരുന്നോ? അല്ല. ആദ്യം എല്ലാവരെയും അർത്ഥം വെച്ചൊന്ന് നോക്കിയ ശേഷം മുറിയിലേക്ക് മടങ്ങി. നന്ദു അമ്മയുടെ അടുത്തേക്ക് വന്നു. നിങ്ങളൊക്കെ ഒരു അമ്മയാണോ? ഗീതയുടെ മുഖത്ത് നോക്കി അത് ചോദിച്ചുകൊണ്ട് അവ മുറിയിലേക്ക് പോയതും മുഖത്ത് അടിയേറ്റതുപോലെ അവർ നിന്നു. ബാൽക്കണിയിലെ ചാരുകസേരയിൽ കിടന്ന് ആദ്യം നടന്നതൊക്കെ ആലോചിച്ചു. രാത്രിയായി. ഗാഥ വീട്ടിലെത്തി കാണുമോ എന്തോ. അവളുടെ മുഖം മനസ്സിൽ നിന്ന് നിറഞ്ഞു നിൽക്കുന്നു. ഇതിനു മുമ്പ് ഒരിക്കലും അവളുടെ മുഖത്ത് ഇത്ര കുറ്റബോധവും വേദനയും കണ്ടിട്ടില്ല. കല്യാണം കഴിഞ്ഞ രാത്രി സത്യം അവളോട് പറഞ്ഞപ്പോൾ പോലും അവളുടെ മുഖത്ത് ഇത്ര വേദന ഉണ്ടായിരുന്നില്ല. പക്ഷെ അവളുടെ കണ്ണുകൾ എന്തോ എന്നോട് പറയുന്നുണ്ടായിരുന്നു. എന്തോ പറയാൻ ആഗ്രഹിച്ചു. പക്ഷെ പറയാൻ അവസരം പോലും നൽകാതെ അവളെ ശിക്ഷിച്ചു. താലിയിൽ പിടിക്കാൻ നേരം അവളുടെ മുഖത്തെ ആ ഭാവം, അതാണ് മറക്കാൻ കഴിയാത്തത്. ഞാൻ അവളെ സ്നേഹിക്കുന്നില്ല എന്നറിഞ്ഞിട്ടും ഭാര്യയായി കാണുന്നില്ല എന്നറിഞ്ഞിട്ടും അവളെന്റെ താലിക്ക് അത്രയേറെ വില നൽകുന്നുണ്ട്. അതുകൊണ്ടല്ലേ അവൾ തടഞ്ഞത്. കൃഷ്ണ നന്ദുവിനെ ഇഷ്ടപ്പെട്ടിരുന്നില്ല. പിന്നെ അന്ന് എന്തിനാണ് അവൾ കള്ളം പറഞ്ഞത്? ഇഷ്ടമല്ലെങ്കിൽ അവൾ ഒരിക്കലും അവന്റെ മുറിയിലേക്ക് പോവില്ല. അങ്ങനെയുള്ളൊരു പെണ്ണല്ല കൃഷ്ണഗാഥ. എന്തോ ചതി നടന്നിട്ടുണ്ട്. അവന്റെ മനസ്സ് വല്ലാതെ അസ്വസ്ഥമായി. ഉറങ്ങാൻ ശ്രമിക്കുമ്പോൾ അവളുടെ നിറമിഴികൾ തെളിഞ്ഞു വരും. അവൻ പോലും അറിയാതെ അവളെ ഓർത്തൊരു ടെൻഷൻ. ഒന്ന് വിളിക്കാമെന്ന് കരുതിയപ്പോൾ ഫോൺ മുറിയിലിരിക്കുന്നു. എല്ലാവരും ഉറക്കമായി. ആദിക്ക് മനസ്സിനൊരു സമാധാനവും തോന്നിയില്ല. കൃഷ്ണ വീട്ടിൽ എത്തിയിട്ടുണ്ടാവുമോ എന്ന് ഭയം. ചെയ്യാത്ത തെറ്റിന് അവളെ ശിക്ഷിച്ചതെന്ന് ഉള്ളിന്റെ ഉള്ളിലൊരു തോന്നൽ. അവനൊന്ന് ഉറപ്പുവരുത്താൻ താഴെ വന്ന് മെയിൻ ഡോർ തുറന്നു. എന്നാൽ അവനാ കാഴ്ച കണ്ട് ഞെട്ടിപ്പോയി. സിറ്റൗട്ടിൽ തന്നെ ഉണ്ടായിരുന്നു അവൾ. തറയിൽ കമിഴ്ന്ന് കിടക്കുന്നുണ്ട്. അവന്റെ ഉള്ളൊന്ന് പിടഞ്ഞു. ഗാഥേ! അവൻ വിളിച്ചിട്ടും അവൾക്ക് അനക്കമില്ല. അവൻ അവളുടെ ദേഹത്ത് തട്ടി വിളിച്ചതും പെട്ടെന്ന് കൈ പിൻവലിച്ചു. പൊള്ളുന്ന ചൂട്. ദൈവമേ, ടെമ്പറേച്ചർ കൂടുതലാണല്ലോ, അതും ഈ തണുപ്പത്ത്. ഗാഥേ, കണ്ണു തുറക്കടി, അകത്തേക്ക് വാ. അവൾക്ക് അനക്കമൊന്നുമില്ല. അവൾ ഞരങ്ങുകയും മൂളുകയും ചെയ്യുന്നുണ്ട്. അവൻ അവളെ കൈകളിൽ വാരിയെടുത്ത് മുൻവശത്തെ വാതിലടച്ചവൻ അവളുമായി മുകളിലെ മുറിയിലേക്ക് വന്നു. അവളെ ബെഡിൽ കിടത്തി. അവൾ വിറയ്ക്കുന്നുണ്ട്. അവൻ ടെമ്പറേച്ചർ ചെക്ക് ചെയ്തു. 104 ഡിഗ്രി. പെട്ടെന്ന് തന്നെ അവൻ അവളെ പുതച്ചു. ഷെൽഫിൽ നിന്നൊരു തുണിയെടുത്ത് അല്പം മുറിച്ച് തണുത്ത വെള്ളത്തിൽ മുക്കി അവളുടെ നെറ്റിയിലിട്ടു. അതിനൊക്കെ കാരണം താനാണെന്ന ചിന്തയായിരുന്നു അവനപ്പോ. പനി പിടിച്ചു കിടക്കുന്ന അവളെ അതേപടി ഇട്ട് വാതിലടയ്ക്കാൻ മാത്രം ക്രൂരനൊന്നുമല്ല ആദിഷ് വർമ്മ. ചൂട് കുറയുന്നുണ്ടായിരുന്നില്ല. അവൻ തുണി വീണ്ടും വീണ്ടും നനച്ചിട്ടു.
അവളുടെ മുഖം കരഞ്ഞു വീർത്തിരുന്നു. ഒരിറ്റ് വെള്ളം പോലും കുടിച്ചിട്ടുണ്ടാവില്ല ഈ ദിവസം. അവൻ അവളുടെ അടുത്തു നിന്ന് എഴുന്നേൽക്കാൻ പോയതും അവൾ അവന്റെ കയ്യിൽ പിടിച്ചു. ബോധത്തോടെ ആയിരുന്നില്ല എന്ന് മാത്രം. ആദിയേട്ടാ, ഞാനൊന്നും ചെയ്തിട്ടില്ല, സത്യമായിട്ടും. അന്ന് രാത്രി മുഴുവൻ ഒരു പോളയടയ്ക്കാതെ അവൻ അവളുടെ ഒപ്പം ഇരുന്നു. രാവിലെയാണ് അവളൊന്ന് കണ്ണു തുറക്കുന്നത്. ആദ്യം അവൾ ചുറ്റും നോക്കി. മുറിയിലാണെന്ന് അറിഞ്ഞപ്പോൾ ഒന്ന് ഞെട്ടി. അടുത്ത കസേരയിൽ ഇരുന്ന് ഉറങ്ങുന്ന ആദി. ഇതെങ്ങനെ ഇവിടെ എത്തി? അവൾ എഴുന്നേൽക്കാൻ ശ്രമിച്ചു. പക്ഷേ ശരീരം മുഴുവൻ നല്ല വേദന. ആദി പെട്ടെന്ന് കണ്ണു തുറന്നു. അറിയാതെ ഉറങ്ങിപ്പോയതാണ്. കൃഷ്ണ അവനെ തന്നെ നോക്കുന്നുണ്ട്. എന്താടി ഉണ്ടക്കണി ഇങ്ങനെ നോക്കുന്നത്? ആദ്യമായിട്ട് കാണുകയാണോ എന്നെ? പതിവ് ഗൗരവത്തോടെ അവൻ ചോദിച്ചു. അല്ല, ഞാനിങ്ങനെ ഇവിടെ. അതൊന്നും നീ അറിയണ്ട. നിനക്കിപ്പോ എങ്ങനെയുണ്ട്? നല്ല വേദനയുണ്ട്. ഞാൻ ഡോക്ടറെ വിളിച്ചിട്ടുണ്ട്. കുറച്ച് കഴിയുമ്പോൾ അദ്ദേഹം വരും. നീ ഒന്ന് ഫ്രഷ് ആയി വാ, ഫുഡ് കഴിക്കാം. എനിക്ക് വേണ്ട. അത് നീ പറഞ്ഞാൽ മതിയോ? ഇന്നലെ ഒരിറ്റ് വെള്ളം കുടിച്ചില്ലല്ലോ. പനി മാറണമെങ്കിൽ ആഹാരം കഴിക്കണം. നീ താഴേക്ക് വരണ്ട, ഫുഡ് ശോശാമ മുറിയിൽ കൊണ്ടുവരും. അത് പറഞ്ഞവൾ ബാൽക്കണിയിലേക്ക് പോയി. അവൾ മടിയോടെ ഫ്രഷ് ആവാൻ കയറി. ഇറങ്ങുമ്പോൾ ആദ്യം അവളെ ഒന്ന് നോക്കിയ ശേഷം അവനും ഫ്രഷ് ആവാൻ കയറി. ഈ ഹിറ്റ്ലറിന്റെ ഉള്ളിലപ്പോൾ സ്നേഹം ഉണ്ടല്ലേ? അതെ, ഉണ്ട്. ആർക്കും അറിയാത്തൊരു മുഖം ഹിറ്റ്ലറിന്റെ ഉള്ളിലുണ്ട്. അമ്മു പറഞ്ഞതുപോലെ പുറമേ ഉള്ളതേ ഉള്ളൂ. ആളൊരു ശുദ്ധനാ. കൃഷ്ണ പുഞ്ചിരിയോടെ ഓർത്തു. ശോശാമ കഞ്ഞി കൊണ്ടുവന്ന് കൊടുത്തു. ഇതാ കുഞ്ഞെ, പനി കുറവുണ്ടോ? ഉണ്ട്. ഇത് കുടിച്ച് റെസ്റ്റ് എടുക്കുമ്പോള്. ആഹാരമൊക്കെ ഞാനിങ്ങ് കൊണ്ടുവന്ന് തരാം. വയ്യാതെ താഴേക്ക് വരണ്ട. അവർ പുറത്തേക്ക് പോയി. ആദ്യ തല തുവർത്തിക്കൊണ്ട് ടീഷർട്ടും ബാറ്റ് ടവലും ധരിച്ച് പുറത്തേക്ക് ഇറങ്ങി. ഇവിടെ ആരോടും മിണ്ടാൻ പോവണ്ട. എന്തു ചോദിച്ചാലും പറയുകയും വേണ്ട. എല്ലാവരും നിന്നെ ഇപ്പോൾ മറ്റൊരു രീതിയിലാണ് കാണുന്നത്. അവളെ നോക്കാതെ തന്നെ ആദി പറഞ്ഞു. ആദിയേട്ടാ, നിങ്ങളെങ്കിലും എന്നെ ഒന്ന് വിശ്വസിക്ക്. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. എന്റെ അറിവോടെ അല്ല ഒന്നും. എനിക്ക് അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒരു കോഫി കുടിച്ചത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ കണ്ണും തുറക്കുമ്പോൾ നന്ദുവിന്റെ മുറിയില്ല. കൃഷ്ണ നിഷ്കളങ്കമായി പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷെ ആദി പെട്ടെന്ന് സ്റ്റക്കായി. വെയിറ്റ്, എന്താ നീ പറഞ്ഞത്? നന്ദുവിന്റെ മുറി? അല്ല, അതിനു മുന്നേ കോഫി. നിനക്കാരാ കോഫി കൊണ്ട് തന്നത്? സീതേച്ചി. തലവേദന ആയതുകൊണ്ട് ഞാനാ ചോദിച്ചത്. അത് കുടിച്ച് പിന്നെ ഞാനങ്ങ് ഉറങ്ങിപ്പോയി. പിന്നെ നടന്നതൊന്നും എനിക്ക് ഓർമ്മയില്ല. എന്നിട്ട് അവരെവിടെ? വീട്ടിൽ പോയല്ലോ. എന്നോട് പറഞ്ഞിട്ടാ പോയത്. വീട്ടിൽ പോയെന്നോ? അവർ പോകുന്ന സമയമായില്ലല്ലോ. പെട്ടെന്ന് എന്താ അവർക്കൊരു വീട്ടിൽ പോക്ക്? അപ്പോൾ ഇന്നലെ നിങ്ങൾ രണ്ടാളെ ഇവിടെ ആക്കിയിട്ട് അവർ പോയല്ലേ? ആദ്യ സംശയത്തോടെ ചോദിച്ചു. പിന്നെ എന്താ നടന്നതെന്ന് നിനക്ക് ഓർമ്മയില്ല? നന്ദു നിന്നെ എന്തെങ്കിലും ചെയ്തോ? കൃഷ്ണയ്ക്ക് നേരെ തിരിഞ്ഞവൻ ചോദിച്ചു. അവൾ വീണ്ടും തലകുനിച്ചു. അത് എന്റെ സമ്മതം പോലും ഇല്ലാതെ അവൻ എന്റെ വസ്ത്രങ്ങളെല്ലാം അഴിച്ചു. അവൻ എന്നോട് ദേഷ്യം തീർത്തതാ. വേറെ ഒന്നും ചെയ്തില്ലെങ്കിലും അങ്ങനെ ആക്കി തീർക്കാൻ വേണ്ടി അവൻ എന്നോട് ഇങ്ങനെ ചെയ്തത്. അത് പറഞ്ഞവൾ മുഖം പൊത്തി കരയാൻ തുടങ്ങി. ബോൾഡായ കൃഷ്ണയുടെ ഉള്ളിലും ഒരു സാധാരണ പെണ്ണുണ്ടെന്ന് അവന് മനസ്സിലായി. ഗാഥ, ലീവ് ഇറ്റ്. പനി കൂടും. കരയേണ്ട, പോട്ടെ. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. എന്താണ് നടന്നതെന്ന് എനിക്ക് മനസ്സിലായി. ഐ എം സോറി. നിന്റെ ഭാഗമൊന്നും കേൾക്കാൻ ഞാൻ തയ്യാറായില്ല. ആക്ച്വലി മിക്ക സമയം ഭ്രാന്ത് പിടിച്ച പോലായിരുന്നു. എനിക്ക് ഇങ്ങനെയൊന്നും സഹിക്കാൻ കഴിയില്ല ഗാഥ. അത് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അത് പറഞ്ഞ് അവളെ നോക്കാതെ അവൻ താഴേക്ക് പോയി. കുറച്ച് സമയം കഴിഞ്ഞ് ഡോക്ടർ എത്തി. വരൂ ഡോക്ടർ. പതിവില്ലാതെ ആ സമയം ഡോക്ടറെ കണ്ട് എല്ലാവരും അത്ഭുതപ്പെട്ടു. ആർക്കാണ് അസുഖം? എവിടെ പേഷ്യന്റ്? മുകളിലുണ്ട് ഡോക്ടർ. എന്റെ വൈഫിനാണ്. ആദ്യം പറഞ്ഞത് കേട്ട് എല്ലാവരും പരസ്പരം നോക്കി. ഗാഥയ്ക്കോ? അതിനവളെ ഇന്നലെ ആദ്യം ഇറക്കി വിട്ടതല്ലേ. അവൾ പിന്നെയും വന്നോ? ആദ്യക്ക് എങ്ങനെ തോന്നി അവളെ പിടിച്ചു കയറ്റാൻ? വേറെ ആരെങ്കിലും ആണ് ഇങ്ങനെ ചെയ്തതെങ്കിൽ അവൻ സഹിക്കുമായിരുന്നോ? പുറമേ ചോദിച്ചില്ലെങ്കിലും അവരെല്ലാം ഉള്ളിൽ കരുതി. ആദ്യ ഡോക്ടറുമായി മുറിയിലേക്ക് വന്നു. എന്നാൽ കൃഷ്ണഗാഥ ഡോക്ടറെ കണ്ട് ബഹുമാനത്തോടെ എഴുന്നേറ്റിരുന്നു. ഡോക്ടറിന്റെ മുഖം തെളിഞ്ഞു. കൃഷ്ണഗാഥ, നീ ഇവിടെ? ആദിശ്വർമ്മയുടെ വൈഫ്? അതെ ഡോക്ടർ. മാരേജ് കഴിഞ്ഞിട്ട് ഒരു വീക്ക് ആവുന്നതേ ഉള്ളൂ. താനിപ്പോൾ ജോലിക്കൊന്നും പോകുന്നില്ലേ? നോക്കുന്നുണ്ട് ഡോക്ടർ. അവൾ ചെറുചിരിയോടെ പറഞ്ഞു. ആദ്യ ഡോക്ടറിനൊപ്പം നിൽക്കുന്നുണ്ടായിരുന്നു. സി ആദി, കൃഷ്ണഗാഥ ഇസ് എ ഇന്റലിജന്റ് ഗേൾ. ഈ കുട്ടി എനിക്ക് കുറച്ചു വർഷം മുമ്പ് കണ്ട് പരിചയമാണ്. ഞാൻ മെഡിക്കൽ കോളേജിൽ വർക്ക് ചെയ്യുന്ന സമയത്താണ് കൃഷ്ണ ഡിഗ്രി ചെയ്യാൻ വരുന്നത്. സ്മാർട്ട് ഗേൾ. ഇത്ര വർഷത്തിന് ശേഷം ഞാനൊരു സ്റ്റുഡന്റിനെ ഓർത്തിരിക്കണമെങ്കിൽ ഷീ സ്പെഷ്യൽ. എല്ലാം ഓടി നടന്ന് ചെയ്യുന്ന, പഠനത്തിലും സ്വഭാവത്തിലും ഫസ്റ്റ് പ്ലേസ് ആയിരുന്ന കുട്ടി. യു ആർ സോ ലക്കി ടു ഹാവ് ഹെർ. ഡോക്ടർ അത് പറയുമ്പോൾ ആദ്യം പാടുപെട്ട് പുഞ്ചിരി വരുത്തി തീർത്തു. ദെൻ വാട്ട് ഹാപ്പൻഡ്? പനിയാണ് ഡോക്ടർ. ഇന്നലെ നല്ല ടെമ്പറേച്ചർ ഉണ്ടായിരുന്നു. ഇപ്പോൾ ബോഡി പെയിനും. ആദ്യ കൃഷ്ണയ്ക്ക് മുന്നേ പറഞ്ഞു. ഓക്കെ. ഡോക്ടർ ടെമ്പറേച്ചർ ചെക്ക് ചെയ്തു. ടെമ്പറേച്ചർ ഇപ്പോൾ ഓക്കെ ആണ്. ഞാൻ കുറച്ച് മരുന്ന് തരാം. അത് രാവിലെയും രാത്രിയും ഫുഡിന് ശേഷം കഴിക്കണം. പെട്ടെന്ന് മാറിക്കൊളഞ്ഞോ പ്രോബ്ലം. കൃഷ്ണയുടെ ദേഹത്ത് മേലെ തട്ടി അദ്ദേഹം പറഞ്ഞു. പോവാൻ നേരം അദ്ദേഹം അവരോട് പറയുകയും ചെയ്തു. ഫ്യൂച്ചർ പാഴാക്കരുത്. ഏതെങ്കിലും ഹോസ്പിറ്റലിൽ ജോയിൻ ചെയ്യണം. വി നീഡ് ഡോക്ടേഴ്സ് ലൈക്ക് യു. ഡോക്ടർ പോയതും കൃഷ്ണ അതേപടി തന്നെ. ഡോക്ടർ പറഞ്ഞതിന്റെ ഒന്നും യാതൊരു ഭാവങ്ങളും അവൾക്കില്ല. റെസ്റ്റ് എടുക്ക് നീ. ഞാൻ ഓഫീസിലേക്ക് പോവുകയാണ്. ആവശ്യമുണ്ടെങ്കിൽ യു ക്യാൻ കോൾ മീ. മരുന്ന് കറക്റ്റിന് കഴിക്കണം. അത് പറഞ്ഞ് ആദ്യം ഓഫീസിലേക്ക് ഇറങ്ങി. കൃഷ്ണ ബെഡിലിരിക്കുമ്പോഴാണ് ആരുഷി കയറി വന്നത്. അവളുടെ മുഖത്ത് പതിവ് പുഞ്ചിരിയല്ല, ഒരു തരം പുച്ഛം.
തുടരും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ കഥ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടാതെ മറ്റൊരു കാര്യം കൂടെ നിങ്ങളുമായി പങ്കുവെക്കട്ടെ. ഒരു കഥയാകുമ്പോൾ അതിൽ സന്തോഷവും സങ്കടവും പ്രതികാരവും എല്ലാം ഉണ്ടാവും. എപ്പോഴും സന്തോഷത്തോടെ വരികയാണെങ്കിൽ ആ കഥയ്ക്കൊരു രസം ഉണ്ടാവില്ലല്ലോ. ഒരുപാട് ദുഃഖവും പ്രതികാരവും ഒക്കെ കഴിഞ്ഞ് ഒന്നിക്കുമ്പോഴല്ലേ കഥയ്ക്കും മധുരം കൂടാ. അപ്പോൾ ഓക്കെ, അടുത്ത പാട്ടുകളിൽ കാണാം. നന്ദി.